ശരിക്കും ഡ്രൈവിങ്ങിന് ഇവിടെ ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ശരിക്കും എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതായത് മിഡിൽ ഈസ്റ്റിന്റെ ഒക്കെ ചെയ്ത് ആ ഒരു സംഭവം അത് നേരെ യുകെയിലേക്ക് പറിച്ചു നട്ടതാണോ? അതോ എന്തെങ്കിലും ആരെങ്കിലും അഡ്വൈസ് ചെയ്ത് ഇവിടെ നല്ല സംഭവമാണെന്ന് പറഞ്ഞിട്ട് അഡ്വൈസ് ചെയ്തോ? അങ്ങനെയാണോ ഫീൽഡിലേക്ക് വന്നത്? നമുക്ക് ഏതൊരു ഫീൽഡിൽ കയറണമെങ്കിൽ നമുക്ക് ആസ് യൂഷ്വൽ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു മസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് വെച്ചാൽ 2017 സമയങ്ങളിലെന്ന് വെച്ചാൽ നമുക്ക് ഈ UAE GCC കൺട്രി ലൈസൻസ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാടുപെട്ടു. അല്ലെങ്കിൽ നമുക്ക് അന്ന് തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ പഠിച്ചു. ഇവിടെ തന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമായിരുന്നു നമ്മൾ ശരിക്കും ചെയ്തത്. അപ്പം അത് ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് ഒരു മിനിമം 3 years എങ്കിലും അതിനൊരു വാലിഡിറ്റി ആവണം UK-ൽ, അതായത് ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം തന്നെ. കാരണം ഇവിടെ വന്ന സമയത്തും ഇങ്ങനെ പല ആൾക്കാരും ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഇവിടെ മുന്നേ വന്ന് 10-20 കൊല്ലം ആൾക്കാരോട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുമായിരുന്നു, നീ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആയിരുന്നോ? എന്നാൽ പിന്നെ അതിന് നല്ല സ്കോപ്പാണ്, ഇവിടെ ഒരു മലയാളി ഇല്ല എന്ന് തന്നെ എൻ്റെ അടുത്ത്